പിണറായി വിജയൻ സാറിൻ്റെ കാര്യമെടുത്താൽ അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുന്ന കുറേ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല. പല വേദികളിലും ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കാണുന്നത് നവകേരള സദസ്സിൻ്റെ പ്രോഗ്രാമിൻ്റെ സമയത്തായിരുന്നു. അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ പറ്റി. അപ്പോഴാണ് കൂടുതൽ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതിയും പ്രസംഗിക്കുമ്പോഴുള്ള ഒരു ശൈലിയൊക്കെ മനസ്സിലായത്. ഇപ്പോൾ ഒരു വേദിയിലേക്ക് കടന്നു വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ വലിയ ചിരി കാര്യങ്ങളൊന്നും തന്നെയില്ല. നമുക്ക് പിണറായി വിജയൻ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. മുഖ്യമന്ത്രി ആയതുകൊണ്ട് വരുമ്പോൾ കൈയടിക്കണം കേട്ടോ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ബ്ലഡ് ഡോണർ ഡേ ആണ്. അതിന് ചിരിക്കുന്നത് എന്തിനാണ്? എനിക്ക് നിങ്ങളോട് പറയും, ഈ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടാണോ എനിക്ക് ഈ മൈക്ക് തന്നത്? വല്ലാതെ എക്കോ അടിക്കുന്നുണ്ടല്ലോ. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ ആ പഴയ കാലം ഞാൻ ഓർമ്മ വരുന്നത്. ഇവിടെ വന്നപ്പോൾ തന്നെ ചുവന്ന റോസാപ്പൂക്കളെ കാണുന്നുണ്ട്. എല്ലായിടത്തും ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ചുവന്ന വിരിപ്പിലാണ്. ഈ റെഡ് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ റെഡ് മനസ്സിൽ പറയുമ്പോൾ തന്നെ എൻ്റെ ആ മനസ്സിൽ ആ ചുവപ്പ് കൂടി ആണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെ ഇടയിൽ കൂടെ നെഞ്ചു പിടിച്ച് വന്നവരാണ് ഞാനത്. ചേച്ചിക്ക് അറിയില്ലേ? അത് അറിയില്ലേ? എന്നെ പറ്റി വലിയ ബോധ്യമില്ലാന്ന് തോന്നുന്നില്ലേ? ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. കുറെ വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാവും. വരേണ്ടത് രാജഗിരി ഹോസ്പിറ്റൽ വിളിച്ചാൽ ഞാൻ വരാതിരിക്കാൻ പറ്റുമോ പിണറായി? അപ്പൊ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ മാത്രമായിരിക്കും വിളിച്ചിട്ടുണ്ടത്. പിണറായി, ബ്രെഡ് എന്ന് കേട്ടാൽ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ജാമാണ് പിണറായി. ബ്രെഡോ? എന്റെ മോദിജി, ഇത് ബ്രെഡിന്റെ ദിവസമല്ല, ഇത് ബ്ലഡ് ഡൊണേഷൻ ഡേ ആണ്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെവിട് കേൾക്കില്ല ഇത്. പിണറായി, ഒരു പാട്ടുണ്ടല്ലോ ചേച്ചി, രഥമാരെ 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 രഥമാരെ. എന്റെ മോദിജി, ഒന്നാമത് നല്ലൊരു പരിപാടിയാണ്. നല്ല കലാകാരന്മാരൊക്കെ വന്ന് സംസാരിക്കേണ്ടതാണ്. അവിടെ നിന്ന് ഇങ്ങനെയുള്ള പാട്ടുകളാണ് പാടേണ്ടത് അല്ലേ? ഇവിടെ മറ്റൊരാൾ വന്നിട്ടുണ്ടല്ലോ. അതാരാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനാണ്. ഞങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാതെ. സുഖാണോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആരാന്ന് പലർക്കും പിടിയിട്ടില്ലല്ലേ? സാറിന് അറിയാം ഞാൻ ആരാന്ന്. ഞാൻ ആരാന്ന് മനസ്സിലായ ഞാനാരാ? എന്റെ ദൈവമേ, എന്നെ ആദ്യമായിട്ടാണ് ഒരാൾ തിരിച്ചത്. എന്നെ പഠിച്ചത് ഞാൻ പല രീതിയിലുള്ള ഡൊണേഷൻ ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നു. സാറിന് അറിയോ? കുറച്ചൊക്കെ അറിയാം. എല്ലാവർക്കും ഭയങ്കര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ. എന്നും സാറിന് ചേട്ടനറിയോ? പല പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആരും എന്റെ കൂടെ നിന്നിട്ടില്ല. അപ്പോഴൊക്കെ എന്റെ കൂടെ നിന്നിട്ടുള്ളത് എന്റെ ജനങ്ങളാണല്ലേ. എല്ലാരും പറഞ്ഞു ഞാൻ പല രീതിയിലുള്ള സാധനങ്ങൾ അടിച്ചിട്ടാണ് ഈ വേദികളിൽ നിന്ന് നിൽക്കുന്നത് അല്ലേ? ചേട്ടൻ തോന്നുന്നു ഞാൻ അടിച്ചിട്ടുണ്ടോ? ചേട്ടൻ ചേട്ടനെ കണ്ടാൽ തന്നെ അറിയാം ചേട്ടൻ പച്ചയാണ് അല്ലേ? ചേട്ടാ രസമമ്മ, ഇതിനൊക്കെ ഭയങ്കര രസമുണ്ടല്ലോ. മീശയൊക്കെ നല്ല രസമുണ്ടല്ലോ. ചേട്ടൻ പോലീസിലാണ് അല്ലല്ലേ? നല്ല പോലീസിന്റെ ലുക്കൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും വലിയൊരു നമസ്കാരം. ഞാൻ വിനായകനാണ്. പല രീതിയിലുള്ള വേദികളിലും പല രീതിയിലുള്ള സ്റ്റേജുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു വേദി നമുക്ക് തരാമെന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? വളരെ നല്ലൊരു കാര്യം. രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് 2000 ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞിരുന്നു, പെരിയോനെ ഉടയോനെ എന്ന പാട്ട് പാടണമെന്ന്.
വലിയ പാടുള്ള പാട്ടാണ്, തെറ്റുണ്ട് ക്ഷമിക്കുക. പെരിയോനേ എന്നുടയോനേ പെരിയോനേ റഹീം, പെരിയോനേ എന്നുടയോനേ പെരിയോനേ റഹീം. താങ്ക്സ്. എല്ലാവർക്കും ഫുഡിലേക്ക് സ്വാഗതം. അച്ഛൻ സന്തോഷം. അച്ഛൻ വേണം. നമ്മൾ പല രീതിയിലുള്ള എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകണം അച്ഛന്മാരെ. എന്താന്ന് വെച്ചാൽ നമ്മുടെ അച്ഛന്റെ ലോഹ കണ്ടാറ്. നമുക്ക് അച്ഛൻ നല്ല വെളുത്ത ലോഹയാണ് അച്ഛൻ ഇട്ടേക്കുന്നത്. അച്ഛനെ കാണാൻ എന്തൊരു സുന്ദരമാണല്ലോ അച്ഛന്മാരെ. അപ്പൊ എന്തായാലും നല്ലൊരു കഴി നമുക്ക് അച്ഛന് നല്ലൊരു കഴി കൊടുത്ത്. എന്താ പറ്റിയത്? സത്യമായ രാജഗിരി ഹോസ്പിറ്റലിൽ ഞാൻ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്, ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ കണ്ട സ്നേഹമാണ് എനിക്കിപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര രീതിയിലുള്ള ചുമയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വിനീത് ശ്രീനിവാസൻ്റെ സൗണ്ടിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് ഇഷ്ടമുള്ള സൗണ്ടിലേക്ക് മാറണമെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്ക് പെട്ടെന്ന് നമുക്ക് പിണറായി വിജയൻ സാറിലേക്ക് മാറാൻ എളുപ്പമാണല്ലേ. എളുപ്പം മുഖം ഒന്ന് കറുപ്പിച്ചാൽ മതി. നമ്മുടെ നാട് ഇങ്ങനെയാണ് അല്ലേ? ഈ പിണറായിനെ നമുക്ക് ബാബുരാജിന് മാറ്റണമെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാബുരാജാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലിറ്റിൽ ഹാർട്സ് നിങ്ങളെല്ലാവരും കണ്ട ചേച്ചി ഉണ്ടായിരുന്നു. ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നമ്മുടെ ഷൈനികത്തിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. പല രീതിയിലുള്ള അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അല്ലല്ലേ, എന്നാലും നല്ല പോലീസിന്റെ ലുക്കൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവർക്കും പിള്ളേർ നമസ്കാരം. ഞാൻ വിനായകനാണ്. പല രീതിയിലുള്ള വേദികളിലും പല രീതിയിലുള്ള സ്റ്റേജുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു വേദി നമുക്ക് തരാന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ? വളരെ നല്ല സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞപ്പോ സാറിന് പേടിച്ചു. സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും സംസാരിക്കാറില്ല. എന്തായാലും ഇങ്ങനത്തെ ഈ വേദിയിലൊരു പാട്ട് പാടാൻ വേണ്ടി നമ്മുടെ സോഷ്യൽ മീഡിയ താരം ഒരാളെ വിളിക്കുകയാണ്. നമസ്കാരം. മനസ്സിലായി ഞാൻ സംസ്ഥാനത്ത് രാജഗിരി ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് 2000 ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞു പിണറായി വിജയൻ സാറിലേക്ക് മാറാൻ എളുപ്പമാണല്ലേ. എളുപ്പം മുഖം ഒന്ന് കറുപ്പിച്ചാൽ മതി. നമ്മുടെ നാട് ഇങ്ങനെയാണ് അല്ലേ? ഈ പിണറായിനെ നമുക്ക് ബാബുരാജിന് മാറ്റണമെങ്കിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബാബുരാജാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം എൻ്റെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ലിറ്റിൽ ഹാർട്സ് നിങ്ങളെല്ലാവരും കണ്ട ചേച്ചി ഉണ്ടായിരുന്നു. ലിറ്റിൽ ഹാർട്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ നമ്മുടെ ഷൈനികത്തിൻ്റെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. പല രീതിയിലുള്ള അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. मेरे पिंजराय രാജഗിരി ഹോസ്പിറ്റൽ വിളിച്ചാൽ ഞാൻ വരാതിരിക്കാൻ പറ്റുമോ പിൻറായ്? അപ്പൊ നിങ്ങളെ വിളിച്ചിട്ടുണ്ടല്ലേ? ഞാൻ വിചാരിച്ച എന്നെ മാത്രമായിരിക്കും വിളിച്ചിട്ടുണ്ടെന്ന്.